ഏവർക്കും നമസ്കാരം. ഫോക്കസ് കേരള ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും പരിശോധിച്ച് വിജയ സാധ്യത ആർക്കാണെന്ന് വിലയിരുത്തുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിശകലന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഇത്തവണ ഭരണ തുടർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ UDF വീണ്ടും അധികാരം തിരിച്ചുപിടിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടെത്താം. ഇന്ന് നമ്മൾ ആദ്യമായി വിശകലനം ചെയ്ത് പരിശോധിക്കുന്ന മണ്ഡലം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണ്ഡലമാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ പുതുപ്പള്ളി രാഷ്ട്രീയ സാഹചര്യവും അവിടുത്തെ വിജയസാധ്യതയും ആർക്കാണെന്ന് നമ്മളിവിടെ പരിശോധിക്കുകയാണ്. വർഷങ്ങളോളം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ മുഖ്യമന്ത്രിയും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് അവിടെ ദീർഘകാലം MLA ആയിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ബൈ ഇലക്ഷനിൽ മത്സരിക്കുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടുവാനും സാധിച്ചു. നിലവിലെ കേരളത്തിലെ 140 MLA-മാരിൽ വിവിധ ചാനലുകളുടെ സർവേയിൽ ആദ്യ 10-ൽ നിൽക്കുന്ന മികച്ച ഒരു MLA ആണ് ശ്രീ ചാണ്ടി ഉമ്മൻ. തന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാത പിന്തുടർന്ന് ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന രീതിയാണ് ചാണ്ടി ഉമ്മൻ അനുവർത്തിച്ചു വരുന്നത്. നിരവധി ഭവന പദ്ധതികൾ നടപ്പിലാക്കുകയും നാട്ടിലെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ആകർഷങ്ങളായ ഒരുപാട് പദ്ധതികളും റോഡ്, കുടിവെള്ളം അടക്കമുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനകീയ MLA ആണ് ശ്രീ ചാണ്ടി ഉമ്മൻ. പ്രാദേശിക നേതാവും നാട്ടിലെ സ്ഥിരം സാമീപ്യവുമായ ശ്രീ ചാണ്ടി ഉമ്മൻ ജനങ്ങൾക്കിടയിൽ പൊതുസമ്മതനാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ യുവജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഇടയിൽ ചാണ്ടി ഉമ്മന് നല്ല സ്വീകാര്യതയുണ്ടെന്ന വിലയിരുത്തലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നുണ്ട്. ഇത്തവണയും UDF പുതുപ്പള്ളിയിൽ മറ്റാരെയും പരിഗണിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ശ്രീ ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും ആ സീറ്റ് എന്നാണ് നമ്മളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി മത്സരിച്ച ജെയ്ക്സി തോമസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന്റെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന ഒരു ഇലക്ഷനായി അത് മാറിയിരുന്നു. എന്നാൽ LDF സ്ഥാനാർത്ഥി ഇതുവരെ ആരായിരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇത്തവണ വീണ്ടും ശക്തമായ രാഷ്ട്രീയ പോരാട്ടമുണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എതിരാളി ആരാണ് എന്നുള്ളത് പ്രശ്നമല്ലാത്ത നിലയിലാണ് ശ്രീ ചാണ്ടി ഉമ്മൻ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ചുവരെഴുത്തുകളും പോസ്റ്റർ, ബാനർ പ്രചരണങ്ങളും നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും മണ്ഡലത്തിൽ ആരംഭിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ കോൺഗ്രസ് വീണ്ടും ശക്തമായ വിജയം നേടുമോ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇത്തവണ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ ഇറക്കി മുന്നേറ്റം നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇവിടെ ആര് വിജയിക്കുമെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. പുതുപ്പള്ളി മണ്ഡലത്തിൽ വിജയസാധ്യത ആർക്കാണ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.